നിങ്ങൾക്ക് പടം ഇഷ്ടപ്പെട്ടായിരുന്നോ? ഇതല്ല നമ്മൾ ചോദിക്കുന്നത്. അല്ലെങ്കിൽ കോൺഫിഡൻസോടുകൂടി നിങ്ങൾക്ക് എല്ലാവർക്കും പടം ഇഷ്ടപ്പെട്ടില്ലേ, ഇങ്ങനെ പറയാൻ പറ്റില്ല. ചോദിക്കാനേ പറ്റുള്ളൂ ഇഷ്ടപ്പെട്ടോ എന്ന്. അതിനകത്ത് ഒരാൾ പറയുകയാണ് ഇല്ലടാ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ തീർന്നു. ഈ ഫാമിലി മാൻ്റെ ഇമേജ് ഉള്ളത് കൊണ്ട്, ഈ ഫാമിലി എന്ന് പറയുമ്പോഴത്തേക്കും ഹോം ആണല്ലോ. ഒരു ഫാമിലി പറയുമ്പോൾ ഹോമിൽ താമസിക്കുന്നത്, വീട്ടിൽ താമസിക്കുന്നത്. അപ്പോൾ ഒരു വീട്ടിൽ ഇരുന്ന് കാണാനേ ആഗ്രഹിക്കുന്നുള്ളൂ ഫാമിലി മാനെ. എനിക്കറിയില്ല ആൾക്കാർ സണ്ണിയുടെ രൂപം പൂജാപ്പുള്ളിൽ വെച്ച് പ്രാർത്ഥിക്കാൻ എനിക്കറിയില്ല. എൻ്റെ പിന്നെ നല്ല സുഹൃത്താണ് സണ്ണി. അപ്പം അത് കാരണം ദൈവമായിട്ട് ഞാൻ കണക്കാക്കിയിട്ടില്ല. അതുകൊണ്ട് എൻ്റെ മനസ്സിലെന്തായാലും സണ്ണി ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് സണ്ണിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, അല്ലാണ്ട് സണ്ണിയോട് ഞാൻ പ്രാർത്ഥിക്കാൻ പോകുന്നില്ല. ശരിക്കും ഒരു പ്രൊഡ്യൂസറുടെ ടെൻഷൻ അടുത്തതായിട്ട് അനുഭവിച്ച് തുടങ്ങിയ ശേഷം കുറച്ചുകൂടി ആത്മാർത്ഥം കൂടിയിട്ടുണ്ട്. നേരത്തെ ഇല്ലെന്നല്ലേ പറയുന്നത്, ഇപ്പൊ കുറച്ചുകൂടി ഒപ്പം നിൽക്കണം. ഇല്ലില്ല, കുറച്ചുകൂടെ കൂടിയിട്ടില്ല. പ്രൊഡ്യൂസർ എന്നുള്ള നിലയിൽ ഞാനതിൻ്റെ ഒരു തസ്തികയായിട്ട് മാത്രമേ വെച്ചിട്ടുള്ളൂ. ഞാൻ എന്നെ ഇപ്പോഴും ഒരു ആക്ടറായിട്ടും ഒരു സാധാരണ മനുഷ്യനായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. അപ്പോൾ അത് കാരണം പ്രൊഡ്യൂസർ ആയതുകൊണ്ട് ഒരു പടം ഞാൻ ചെയ്തു. അപ്പോൾ അത് കാരണം മറ്റു ചില പ്രശ്നങ്ങളൊക്കെ നമുക്ക് മനസ്സിലായി കാണും. അതുവരെ മനസ്സിലാകാത്ത ചില പ്രശ്നങ്ങളൊക്കെ പ്രൊഡ്യൂസറെ മനസ്സിലായി കാണും. അതുകൊണ്ട് എന്നാൽ പിന്നെ ഇനിയിപ്പോഴുള്ള എല്ലാ പടത്തിലും ഞാൻ അങ്ങ് ഇറങ്ങുവാണ്, അങ്ങനെയുള്ള ഇതില്ല. പക്ഷേ ഇത് നമ്മുടെ ജോലിയുടെ ഭാഗമാണ്. ആക്ച്വലി നമ്മൾ പ്രൊമോഷന് പോവുക, സമയം കിട്ടുമ്പോൾ. അപ്പം ഒരിക്കലും നമ്മളിപ്പോൾ ഇപ്പം ആട് 3 എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഷെഡ്യൂൾ ബ്രേക്കായി. കാരണം ഭയങ്കര മഴയാണ് ഓൾ ഓവർ കേരള. ഇപ്പം അല്ല കേട്ടോ, ഷെഡ്യൂളായത് 2 ആഴ്ച മുമ്പാണ്. അപ്പോൾ അന്ന് ഭയങ്കര മഴയായിരുന്നു. അത് കാരണമാണ് ഇപ്പം എനിക്ക് സമയം കിട്ടുന്നത്. അപ്പോൾ ഇത് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണ്. വെച്ചാൽ ഇങ്ങനത്തെ ഒരു സമയത്ത് എനിക്ക് ഈ ടീമിൻ്റെ കൂടെ ഉണ്ടാകാൻ പറ്റുന്നത്. ആക്ച്വലി നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നേ പറ്റുള്ളൂ, ഇത് പ്രൊമോട്ട് ചെയ്തേ പറ്റുള്ളൂ. സോ അതിനെനിക്ക് സമയം കിട്ടി. അത് മഴ ചിലപ്പം ഒരു അനുഗ്രഹമായിട്ട് തോന്നായിരിക്കും. അല്ലെങ്കിൽ സാധാരണ നമുക്ക് സിനിമയ്ക്ക് മഴ ഒരു അനുഗ്രഹമല്ല. ഷൂട്ടിംഗ് ആണെങ്കിലും റിലീസ് സമയമാണെങ്കിലും ഒക്കെ മഴ നമുക്കൊരു പ്രശ്നം തന്നെയാണ്. പക്ഷേ എന്നെ സംബന്ധിച്ച് ഇപ്പം ഈ സമയത്ത് മഴ വന്നത് ചിലപ്പോൾ ഒരു അനുഗ്രഹമായിട്ടാണ് ഞാൻ എടുക്കുന്നത്. ഞാൻ എല്ലാ കാര്യങ്ങളും വളരെ ഓപ്റ്റിമിസ്റ്റിക് ആയിട്ട് എടുക്കുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ ഇതിനു മുമ്പും ചേട്ടൻ അറിയാമല്ലോ, എനിക്ക് പറ്റാവുന്നതനുസരിച്ച് ഞാൻ പ്രൊമോഷന് വേണ്ടി പോകും. എൻ്റെ ഒരു പ്രശ്നമാണ്. ആ പ്രശ്നം പക്ഷേ ഞാൻ മറികടക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഈ ക്രൗഡിനെ ഫേസ് ചെയ്യുന്നത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. എനിക്ക് അവിടെ ചെന്നിട്ട് എന്താ സംസാരിക്കേണ്ടതെന്ന് അറിയില്ല. ഒരു ചോദ്യോത്തര സെഷൻ ആണെങ്കിൽ ചോദ്യത്തിന് ഉത്തരം കൊടുക്കാം. പക്ഷെ നമ്മളിപ്പോൾ ഒരു കോളേജിലൊരു ഫംഗ്ഷന് പോകാൻ വിചാരിക്കുക, ഈ നമ്മുടെ പടത്തിൻ്റെ പ്രൊമോഷൻ പരമായിട്ട് നമ്മൾ പോവുകയാണെങ്കിൽ അവിടെ ചെന്നിട്ട് എനിക്കൊരു 2 വരിയിൽ പടത്തിനെ പറ്റി പറയാം. അതിനുശേഷം എന്ത് പറയും? അപ്പം അവിടുത്തെ സ്റ്റുഡൻസ് അല്ലെങ്കിൽ ബാക്കിയുള്ള ആൾക്കാർ വിചാരിക്കുന്നത് ഇനിയിപ്പം ഞാൻ അറക്കലവും കൂടെയാണല്ലോ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ കോമഡി പറയും. എനിക്ക് കോമഡി പറയാൻ അറിയില്ല. അപ്പം ഞാൻ വെറുതെ ഒരു കോമഡി ഉണ്ടാക്കി പറഞ്ഞിട്ട് വെറുതെ അത് അളിഞ്ഞു പോകുന്നതിനൊക്കെ ഞാൻ മിണ്ടാണ്ടിരിക്കുകയാണ്. അപ്പം ഇതൊക്കെ ബാക്ക് ഓഫ് ദ മൈൻഡ് കിടക്കും. അപ്പം അതുകൊണ്ടാണ് എനിക്ക് പേടി. ഇപ്പോൾ തിയേറ്റർ വിസിറ്റിന് പോയാലും എൻ്റെ പേടിയെന്ന് വെച്ചാൽ തിയേറ്റർ വിസിറ്റിന് പോയി കഴിഞ്ഞാൽ നമ്മൾ അവിടെ ചെന്നിട്ട് ഏറ്റവും അധികം എന്തായിരിക്കും പറയുന്നത്? ഒരു നമസ്കാരം പറയും. ഓക്കെ, അദ്ദേഹം പറയുന്നു. അതിനുശേഷം നമുക്ക് പരിചയമില്ലാത്ത ആൾക്കാരാണല്ലോ ഭൂരിഭാഗം. 1-2 പേര് ചിലപ്പോൾ നമുക്ക് പരിചയമുള്ള ആൾക്കാർ ആ തിയേറ്ററിൽ കാണുമായിരിക്കും. ഇവരോട് എല്ലാവരോടും അഡ്രസ്സ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് പടം ഇഷ്ടപ്പെട്ടായിരുന്നോ? ഇതല്ല നമ്മൾ ചോദിക്കുന്നത്. അല്ലെങ്കിൽ കോൺഫിഡൻസോടുകൂടി നിങ്ങൾക്ക് എല്ലാവർക്കും പടം ഇഷ്ടപ്പെട്ടില്ലേ, ഇങ്ങനെ പറയാൻ പറ്റില്ല. ചോദിക്കാനേ പറ്റുള്ളൂ ഇഷ്ടപ്പെട്ടോ എന്ന്. അതിനകത്ത് ഒരാൾ പറയുകയാണ് ഇല്ലടാ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ തീർന്നു. ഇതിനിടയ്ക്ക് സംഭവിച്ചിട്ടില്ല വെച്ചാൽ എല്ലാവരും വളരെ മാന്യമായിട്ടാണ് പെരുമാറിയിരിക്കുന്നത്. ആ കാര്യത്തിലൊക്കെ നമ്മുടെ കേരളൈറ്റ്സ് ഭീകരന്മാരാണ്, അവരങ്ങനെ ഇൻസൾട്ടൊന്നും ചെയ്യില്ല. പക്ഷെ അങ്ങനെ സംഭവിച്ചാൽ തീർന്നില്ലേ? മറ്റേ ബലൂൺ കാറ്റ് വിട്ട് കഴിഞ്ഞാൽ പോകുന്ന പോക്കില്ലേ, അതുപോലെ തിയേറ്ററിൽ നിന്ന് ഞാൻ പറന്നു പോകും. അപ്പൊ ഇതൊക്കെ ബാക്ക് ഓഫ് ദ മൈൻഡ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ചോദിക്കും എന്തിനാണ് ഇതൊക്കെ ചിന്തിക്കുന്നതെന്ന്. അപ്പൊ ചിന്തിക്കുന്നത് ചിന്ത ഇപ്പൊ തന്നെ വരുന്നതാണല്ലോ. അതിപ്പോ നമുക്ക് ചിന്തയെ നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റില്ല, അല്ലേ? ഒരു സ്ഥലത്ത് പോകുന്നത് നമുക്ക് ഒഴിവാക്കാം. ചിന്തകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ ഇതൊക്കെയാണ് ഈ സഭാകമ്പമുള്ള ആൾക്കാരുടെ പ്രശ്നം. അത് എനിക്ക് വളരെ നന്നായിട്ടുണ്ട്. പക്ഷെ ഇതെന്റെ ജോലിയാണ്, ഇതെന്റെ ജോലിയുടെ ഭാഗമാണെന്ന് ഞാൻ മനസ്സിലാക്കിക്കൊണ്ട്, ഞാനൊരു ആക്ടർ അല്ലായിരുന്നെങ്കിൽ ഞാൻ ഒരുപാട് ക്രൗഡിന് ഫേസ് ചെയ്യേണ്ട അവസ്ഥകൾ വരില്ല. പിന്നെ ഏതെങ്കിലുമൊക്കെ ഫാമിലി ഫ്രണ്ട്സോ റിലേറ്റീവ്സിന്റെ കല്യാണം നടക്കുമ്പോഴത്തേക്ക് അവിടെ പോകുന്നതല്ലുണ്ട്. അവിടെ പിന്നെ എല്ലാവരുമായിട്ട് സംസാരിക്കണ്ടല്ലോ. ഇവിടെ ഇപ്പം മീഡിയയിൽ ഇത്രയും പേരുണ്ട്. എനിക്ക് ഇതിനകത്ത് 90% ആൾക്കാരെയും ബൈ ഫേസ് അറിയാം, 50% ആൾക്കാരുടെ പേരുകൾ അറിയാം. ഇവിടെ വരുമ്പോഴത്തേക്കും എല്ലാവരും ഞാൻ അക്നോളജ് ചെയ്യണമല്ലോ. ഇതൊരു വളരെ ബുദ്ധിമുട്ടാണ് അക്നോളജ് ചെയ്യാന്ന് പറഞ്ഞാൽ, അല്ലേ? ഇപ്പൊ നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുകയാണ്. ഞാനിപ്പം
വൈശാഖമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കും വേറെ അപ്പുറത്തുനിന്ന് ഇപ്പം ചേട്ടൻ വന്നു വിചാരിക്കുക. ചേട്ടൻ വന്നിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ ഞാനിവിടെ പറഞ്ഞു കഴിഞ്ഞിട്ടുമില്ല, പക്ഷെ ചേട്ടനെ ഞാൻ അക്നോളജ് ചെയ്യുകയും വേണം. അപ്പം ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ ഭയങ്കര ഡൈസി സിറ്റുവേഷനാണ്. അപ്പോൾ പണ്ട് ഞാൻ കോൺവെന്റ് എഡ്യൂക്കേറ്റഡ് ആണ്. അവിടെ ഒരു ആനി പോൾ എന്ന് പറഞ്ഞൊരു സിസ്റ്റർ ഉണ്ടായിരുന്നു. സിസ്റ്റർ ഭയങ്കര മിടിക്കുകയായിരുന്നു കേട്ടോ. സിസ്റ്റർ എന്താ ചെയ്തിട്ടിരുന്നത്, സിസ്റ്റർ വരുമ്പോഴത്തേക്കും മലയാളി കുടുംബങ്ങളൊക്കെ അവിടെ താമസിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഈവനിങ് വാക്കിന് വേണ്ടി സിസ്റ്റർ ഇറങ്ങുന്ന സമയത്ത് എൻ്റെ അമ്മയച്ഛനും അതേപോലെ ബാക്കി മലയാളി ഫാമിലീസിലുള്ള അങ്കിളുമാരും ആൻറ്റിമാരൊക്കെ ഇറങ്ങുമായിരുന്നു. അപ്പോൾ ആനിപ്പോൾ സിസ്റ്റർ കാണുമ്പോഴത്തേക്കും എൻ്റെ അച്ഛനെ കാണുമ്പോഴത്തേക്കും കുറുപ്പേ സുഖമായിട്ടിരിക്കുന്നോ എന്ന് പറഞ്ഞ് ഷേക്കാൻ്റെ കൊടുക്കും. ആ സമയത്തായിരിക്കും വർഗീസ് അങ്കിൾ അവിടെ നിന്ന് വരുന്നത്. അപ്പം രണ്ട് കൈ ഉണ്ടല്ലോ. അപ്പം ഒരു കയ്യിൽ കുടയുണ്ട് സിസ്റ്ററിൻ്റെ. സിസ്റ്റർ ഈ കുട എടുത്ത് കഷത്തി വെച്ചിട്ട് എൻ്റെ അച്ഛൻ്റെ കൈ പിടിക്കും, വർഗീസ് അങ്കിളുടെ കൈ പിടിക്കും. മൂന്നാമത് പീറ്ററങ്ങൾ വരുമ്പോഴത്തേക്കും പിന്നെ കൈയില്ല. അപ്പൊ എന്തെന്ന് വെച്ചാൽ എൻ്റെ അച്ഛൻ്റെ കൈ ആയിരിക്കും അടുത്ത കഷത്തി വെക്കുന്നത്. എന്നിട്ട് പീറ്ററങ്ങൾ കൈ കൊടുക്കും, എന്നിട്ട് സംസാരിക്കുമായിരിക്കും. പക്ഷെ അതൊക്കെ ഒരു ടാലൻ്റാണ്. പക്ഷെ അത് എല്ലാവർക്കും നടക്കില്ല. അപ്പൊ എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അതാണ്. ഓരോ സിനിമ ഓരോ ആക്ടേഴ്സ് കാണുമ്പോൾ നമുക്ക് ഓരോ കാറ്റഗറി ഉണ്ട്. യൂത്ത് സ്റ്റാർ, ഫാമിലി മാൻ. അപ്പോൾ ഷാഹിച്ചേട്ടൻ കാണുമ്പോൾ ഒരു ഫാമിലി മാൻ എന്നുള്ള ലെവലിലാണ് എല്ലാവരും കാണുന്നത്. നമ്മുടെ കുടുംബത്തിൽ ഒരാൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കഥാപാത്രങ്ങൾ ചെയ്ത് ചിരിയാണ് ചിരി, സീരീസ് ആണ് സീരീസ്, അങ്ങനത്തെ കഥാപാത്രങ്ങൾ ഈസി ഹാൻഡിൽ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ സ്ക്രിപ്റ്റിങ്ങിൽ എപ്പോഴെങ്കിലും അല്ല സ്ക്രിപ്റ്റ് സെലക്ഷൻസ് വരുമ്പോൾ ഇനി എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ എനിക്ക് ഇങ്ങനെ ഒരു ബാരിയർ ബ്രേക്ക് ചെയ്യണം എന്നൊരു? ഉറപ്പായിട്ടും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് കാരണമുണ്ട്. ഭരതനാട്യം അതിനൊരു കാരണമാണ്, പിന്നെ അഭിലാഷം അതിനൊരു കാരണമാണ്. ഈ ഫാമിലി മാൻ എന്ന് പറഞ്ഞില്ലേ, എനിക്ക് സംശയം ഈ ഫാമിലി മാൻ്റെ ഇമേജ് ഉള്ളത് കൊണ്ട്. ഈ ഫാമിലി എന്ന് പറയുമ്പോഴത്തേക്കും ഹോം ആണല്ലോ. ഒരു ഫാമിലി പറയുമ്പോൾ ഹോമിൽ താമസിക്കുന്നത്, വീട്ടിൽ താമസിക്കുന്നത്. അപ്പോൾ ഒരു വീട്ടിൽ ഇരുന്ന് കാണാനേ ആഗ്രഹിക്കുന്നുള്ളൂ ഫാമിലി മാനെ. അപ്പൊ ഇത് എങ്ങനെയാണ് ഈ ഫാമിലി മാനെ തിയേറ്ററിലേക്ക്, ഇവരെ വീട്ടിൽ നിന്ന് പുറത്തിറക്കി തിയേറ്ററിലേക്ക് കൊണ്ടുവരേണ്ടതെന്നുള്ളത് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അപ്പം എനിക്ക് തോന്നുന്നു നമ്മളൊന്ന് മാറ്റി ചിന്തിക്കണം. ഇനിയിപ്പോൾ കുറച്ച് ഡാർക്ക് ഷെയ്ഡുള്ള കഥാപാത്രങ്ങൾ ചെയ്യണം. അങ്ങനെ 2-3 ഞാൻ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. നോക്കാം, വരുന്നുണ്ട്. അത്തരം ന്യൂസസ് ഒക്കെ ഹാപ്പി ന്യൂസ് ഒക്കെ വരുന്നത് വളരെ അല്പം ലേറ്റ് ആയിട്ടാണ് സെലിബ്രേഷൻ ഹാപ്പി. എല്ലാ പടവും ഭയങ്കര കാര്യമായിട്ട് എല്ലാവരും അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്, ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. റോൾസ് ഈച്ച് ആൻഡ് എവറി ഡീറ്റെയിലിനെ കുറിച്ച് എടുത്ത് പറയാം. ഇപ്പൊ ഇതിലെ വിജയം കൂടി കണക്കാക്കും. ആസ് ആൻ ആക്ടർ എങ്ങനെയാണ് ആ പോയിന്റ് ഓഫ് വ്യൂവിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നത്? ഇപ്പം സ്റ്റാർട്ടിങ് ഫ്രം ഭരതനാട്യം അല്ലെങ്കിൽ പോട്ടെ, സ്റ്റാർട്ടിങ് ഫ്രം ജനമൈത്രിയാണ് എൻ്റെ ഒരു 2ാം ഇന്നിങ്സിന്റെ ആദ്യമായിട്ട് ഞാൻ ഹീറോ ആയിട്ട് ചെയ്യുന്ന പടം. ജനമൈത്രി ഇതേപോലെ ഒരു നല്ല മഴക്കാലത്ത് ജൂലൈയിൽ റിലീസായത്, ജൂലൈ 19 സംതിങ്. ഭയങ്കര മഴയായിരുന്നു. അപ്പം ആള് ഇതുപോലെ ഫ്രൈഡേ ഫിലിംസിൻ്റെ ആയിരുന്നു ആ പടം. അപ്പം ഫ്രൈഡേ ഫിലിംസിന്റെ ബാനറിനൊരു വെയിറ്റേജ് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് കുറച്ച് ആൾക്കാരെ കയറി, അവർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. റെസ്പോൺസ് ഭയങ്കരമായിട്ട് വരാൻ തുടങ്ങി. പക്ഷെ സിനിമ അങ്ങനെ തിയേറ്ററിൽ വർക്കായില്ല. പിന്നെ ഇത് OTT-യിൽ വരുവാണ്. OTT-യിൽ ഗംഭീരമായിട്ട് ഇത് വർക്കായി. അപ്പം അത് കഴിഞ്ഞ് ഗുണ്ടജയൻ വരുന്നു. ഗുണ്ടജയൻ അഗെയിൻ ഫാമിലി മൂവിയാണ്. ഞാൻ ഫാമിലി മാനായിട്ട് അഭിനയിക്കുന്നു. അത് തിയേറ്ററിൽ അത്യാവശ്യം റൺ കിട്ടി. ജാനകിക്ക് അത്യാവശ്യം റൺ കിട്ടി. ഭരതനാട്യം ഈ പറഞ്ഞ പോലെ തിയേറ്ററിൽ റെസ്പോൺസ് നല്ലതാണെങ്കിലും വർക്കായില്ല. അഭിലാഷത്തിന് പക്ഷേ തിയേറ്ററിൽ വർക്കായി കുറച്ചൊക്കെ. അതിനുശേഷം ഇതിലും OTT-യിലും ഭയങ്കരമായിട്ട് വർക്കായി. എനിക്ക് തിയേറ്ററിൽ ഇപ്പം കളക്ഷൻ ഒരുപാട് വന്നില്ലേലും എൻ്റെ പടങ്ങൾക്ക് ഒരു നല്ല റെസ്പോൺസ് വരുന്ന ആ ഒരു ഹാപ്പിനെസ് ആണ് എന്നെ ഡ്രൈവ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം ഞാൻ പ്രൊട്ടാഗണിസ്റ്റ് ആയിട്ട് അഭിനയിക്കുന്ന പടങ്ങളുടെ കാര്യം പറയുന്നത്, ആ സിനിമകളൊക്കെ ആൾക്കാർ എന്ത് പൂർണ്ണപ്പടം ചെയ്തത് അങ്ങനെ പറയിക്കല്. അതാണ് എപ്പോഴും ബാക്ക് ഓഫ് ദ മൈൻഡ്. ഒരു സംവിധായകനോ റൈറ്ററോ എന്നോട് കഥ പറയാൻ വേണ്ടി വരുമ്പോഴത്തേക്കും ഞാൻ അങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത്. അതായത് ആൾക്കാർ കണ്ടാൽ കണ്ടിരിക്കാം, അത് മതി. ഇപ്പം ഭയങ്കര ബ്രില്യൻ സബ്ജക്ട്സ് എന്നിലേക്ക് വരാത്തത് കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ എൻ്റെ സമയം ചിലപ്പോൾ തെളിഞ്ഞു കാണില്ല. അങ്ങനത്തെ ഒരു സബ്ജക്ട് വന്നിട്ട് എനിക്കത് ചെയ്യാൻ പറ്റാത്തത്. ഞാൻ വരുന്ന സബ്ജക്റ്റിൽ നിന്ന് ഫിൽട്ടർ ചെയ്താണ് ഞാൻ ചെയ്യുന്നത്. അതെനിക്കിപ്പോൾ ചെയ്യാൻ പറ്റുള്ളൂ. മിക്കവാറും ഡെബ്യൂട്ടൻസ്, ഇപ്പം ഫെബിയെ പോലത്തുള്ള ഡെബ്യൂട്ടൻസ് ആണ് എന്നെ അപ്രോച്ച് ചെയ്യുന്നത്. എനിക്ക് ചാൻസ് ചോദിക്കാൻ പറ്റുന്നത് ഇവിടുത്തെ ഓൾറെഡി ഒരു പടമെങ്കിലും ചെയ്ത ആൾക്കാരെയാണ്, അവരോടാണ് എനിക്ക് ചാൻസ് ചോദിക്കാൻ പറ്റുന്നത്. പക്ഷെ എന്നെ പ്രിഫർ ചെയ്യുന്നത്, എന്നെ പ്രൊട്ടഗണിസ്റ്റായിട്ട് കാസ്റ്റ് ചെയ്യുന്നതൊക്കെ പുതുമുഖങ്ങളാണ്. ഈ പുതുമുഖങ്ങളൊന്നും എനിക്ക് പരിചയമില്ല. ഇവരെനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുമോ അല്ലെങ്കിൽ എന്നെ വിളിക്കുമ്പോഴാണ് ഞാൻ ഇവരെ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. അപ്പോൾ ഇവരൊരു സിനിമ ചെയ്യാൻ പോകുകയാണെന്നുള്ളത് എനിക്കറിയില്ല.
ഇവരുടെ കയ്യിൽ ഒരു നല്ല സബ്ജക്റ്റ് ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞാൽ ഉറപ്പായിട്ട് ഞാൻ അവരുടെ ചാൻസ് ചോദിക്കും. ബിക്കോസ് എനിക്കും ഇവിടെ നിറഞ്ഞ സദസ്സിന് കൂടുന്ന പടത്തിൽ പ്രൊട്ടാഗനിസ്റ്റായിട്ട് അഭിനയിക്കാൻ എനിക്കും ആഗ്രഹമുണ്ട്. എവറിത്തിങ് സെഡ്. ഞാൻ പാരലായിട്ട് ഈ പറഞ്ഞ പോലെ എനിക്ക് സപ്പോർട്ടിംഗ് റോൾ ചെയ്യാൻ ഭയങ്കര ആഗ്രഹമാണ്. അതായത് ഞാൻ ഭൂരിഭാഗം പടത്തിൽ ഞാൻ സപ്പോർട്ടിംഗ് റോളാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇപ്പോഴും എൻ്റെ ആ കൊതി ഇതുവരെയായിട്ട് മാറിയിട്ടില്ല. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് വെച്ചാൽ ഞാൻ ലീഡ് റോൾസ് ചെയ്യുന്നതുകൊണ്ടാണോ, എനിക്കിപ്പോൾ ഡേറ്റിൽ നിന്ന് ഓർത്തിട്ടാണോ, എനിക്ക് ഓഫേഴ്സ് വരൽ കുറവാണ്. അപ്പോൾ ഞാൻ ഇതേപോലെ ഞാനിപ്പോൾ നിങ്ങൾക്കൊക്കെ തന്നിരിക്കുന്ന ഇൻ്റർവ്യൂസിലൊക്കെ ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ ആൾക്കാർ കേട്ടോ കേട്ടില്ലെന്ന് എനിക്കറിയില്ല. എനിക്ക് അങ്ങനെ ഒരു പണ്ട് വന്നുകൊണ്ടിരുന്ന പോലെ ഒരു സപ്പോർട്ടിംഗ് റോൾസ് വരുന്നില്ല. ഐ എം സ്റ്റിൽ വെരി വെരി ഓപ്പൺ ടു സപ്പോർട്ടിംഗ് റോൾസ്. അത് ഏത് ടൈപ്പ് ഓഫ് ക്യാരക്ടർ ആയാലും, നെഗറ്റീവ് ആയാലും നെഗറ്റീവ്, അല്ലെങ്കിൽ വോട്ട് വരും, ഹ്യൂമർ എങ്കിൽ ഹ്യൂമർ, സീരിയസ് എങ്കിൽ സീരിയസ്. പിന്നെ ഇടയ്ക്കൊക്കെ വരുന്നത് അതിൽ നിന്ന് ഫിൽട്ടർ ചെയ്ത് ഞാൻ ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ്, ഇപ്പോൾ സപ്പോർട്ടിംഗ് റോൾ ചെയ്യുവാണെങ്കിലും എന്ന് പറയിപ്പിക്കാതിരിക്കുക. ആ മൊത്തം സിനിമയും എൻ്റെ കഥാപാത്രമൊക്കെ ഓക്കെ കണ്ടിരിക്കാം, അല്ലെങ്കിൽ നല്ലതാണ്, അല്ലെങ്കിൽ എബോ ആവറേജ് ആണ്. ഈ ബിലോ ആവറേജ് പരിപാടിയിലേക്ക് വരുമ്പോഴാണ് പ്രശ്നം. പക്ഷെ ഇതുവരെയായിട്ട് നിങ്ങൾ ചോദ്യത്തിന് ഉത്തരം ഇതാണ്, ഞാൻ ഹാപ്പിയാണ്. ബിക്കോസ് ദ റെസ്പോൺസസ് ഐ ഗെറ്റ് ഫ്രം പീപ്പിൾ, എവിടെ കണ്ടാലും, തിയേറ്ററിലോ അല്ലെങ്കിൽ സാറ്റലൈറ്റ് ചാനലോ അല്ലെങ്കിൽ OTT പ്ലാറ്റ്ഫോമിലോ എവിടെ കണ്ടാലും ആൾക്കാർ, മെജോറിറ്റി ആൾക്കാർ കേട്ടോ, 100% ഒന്നും ആരും നല്ലത് പറയുന്നില്ല. പക്ഷേ മെജോറിറ്റി ആൾക്കാർ, ലെറ്റ്സ് 90% ആൾക്കാർ നല്ല പടമായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതൊരു സന്തോഷമാണ്. ഞാൻ ഇനി വരുന്ന സമയത്തും എൻ്റെ കോമൺ സെൻസ് ഇതേപോലെയൊക്കെ തന്നെയാണ്. എൻ്റെ ബ്രെയിൻ ഷ്രിങ്ക് ആയില്ല, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട്. പ്രായമാകും തോറും നമ്മുടെ അതൊക്കെ സംഭവിക്കുമല്ലോ. അപ്പം അതൊക്കെ സംഭവിക്കുന്നവരെ ഞാൻ ഈ രീതിയിലുള്ള മിനിമം ആവറേജ് രീതിയിലുള്ള പടവുകളായിരിക്കും ഞാൻ പ്രൊട്ടാഗനിസ്റ്റായിട്ട് അഭിനയിക്കാൻ പോകുന്നത്. ആ സിനിമയില് ഒരു സെൽഫിഷ് ആയ ഒരു ഡയറക്ടറെ കാണിച്ചിട്ടുണ്ട്. അതിന്റെ ക്ലൈമാക്സിൽ എത്തുമ്പോൾ അതില് പശ്ചാത്തലിച്ചിട്ട് അത് മാറ്റി പറഞ്ഞതിന്റെ ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. ഇപ്പൊ റിയൽ ലൈഫിൽ അങ്ങനെ ദൈവം പ്രത്യക്ഷപ്പെടുവാണെങ്കിൽ ചോദിക്കുന്ന ഒരു വരം കണ്ടുവച്ചിട്ടുണ്ടോ? പിന്നെ തീർച്ചയായും എൻ്റെ മക്കൾക്ക് വേണ്ടിയായിരിക്കും ഞാൻ ചോദിക്കുന്നത്. അവര് നല്ല സിറ്റിസൺസ് ആയിട്ട് വളരുക എന്നുള്ളതാണ്. നമ്മൾ ഒരുപാട് പ്രശ്നങ്ങൾ ഈ സമയത്ത് കാണുന്നുണ്ട്. കുട്ടികളൊക്കെ വലുതായിക്കൊണ്ടിരിക്കുകയാണ്. അവർ വലുതായതിനു ശേഷം നല്ല രീതിയിൽ, അതായത് നല്ല സിറ്റിസൺസ് പറഞ്ഞാൽ മനസ്സിലായില്ല. അതായത് ഇന്ത്യയിൽ എന്താണ് റൂൾസ് അത് പാലിച്ച് വളരുന്ന, അല്ലെങ്കിൽ അത് പാലിച്ച് ഒരു സിറ്റിസൺസ് ആയിരിക്കണം ഇവർ. അത് പാലിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നത്. അവർക്ക് നല്ല എഡ്യൂക്കേഷൻ അവർക്ക് കിട്ടണം. അതിന് പരമാവധി നമ്മൾ ശ്രമിക്കുന്നുണ്ട്. അവരവരുടെ സ്വന്തം കാലിൽ നിൽക്കണം. ഇത് ഞാൻ സെൽഫിഷായിട്ട് പറയുമല്ല. എന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾക്ക് മക്കളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നാളെ മക്കളുണ്ടാവുകയാണെങ്കിൽ, നിങ്ങൾ എന്തെങ്കിലും ഉണ്ടല്ലോ ഈ വരം നിങ്ങളുടെ മുമ്പിൽ ദൈവം വരുമ്പോഴത്തേക്കും ചോദിക്കാൻ. ഞാൻ അതും കൂടി ചോദിക്കണ്ടല്ലോ. ദൈവത്തിൻ്റെ ഒക്കെ അത്രയും നമ്മൾ ലോഡ് ഉണ്ടല്ലോ. അപ്പം ഞാൻ എൻ്റെ കാര്യം മാത്രം ചോദിക്കുന്നതാണ്. പക്ഷെ എനിക്ക് എല്ലാവരും നന്നാകണമെന്നാണ് ആഗ്രഹം. ഐ ആം വിത്ത് എവ്രി വൺ. എൻ്റെ പ്രയറിൽ എല്ലാവർക്കും ഹെൽത്തും വെൽത്തും ഒക്കെ കൊടുക്കണമെന്നാണ് എൻ്റെ പ്രയറിൽ ഒരു ലൈൻ. എല്ലാ ദിവസവും ഞാൻ ചൂടുകാലത്ത് 3 പ്രാവശ്യം കുളിക്കും, ഷൂട്ടിങ്ങിലല്ലെങ്കിൽ. നോർമൽ കാലാവസ്ഥയിൽ ചിലപ്പോൾ 1 പ്രാവശ്യമൊക്കെ കുളിക്കുള്ളൂ. പക്ഷെ കുളിച്ച് കഴിഞ്ഞാൽ അപ്പം ഞാൻ പ്രാർത്ഥിക്കും. അതൊരു ശീലമാണ്. അപ്പം എനിക്ക് കറക്റ്റായിട്ടൊരു ലൈൻസ് ഉണ്ട്. ഈ 10 ലൈൻ ഞാൻ എല്ലാ ദിവസവും പറയും. അതിലൊന്ന്, എല്ലാവർക്കും, അതിൻ്റെ ശത്രു ആയാൽ തന്നെ അവർക്കും ഹെൽത്തും വെൽത്തൊക്കെ ദൈവമേ കൊടുക്കണമെന്നാണ് എൻ്റെ പ്രാർത്ഥന. സഹിച്ചേട്ടാ, ഇപ്പം അതിന് ചോദിക്കുകയാണ്, ഇപ്പം ഇപ്പോഴത്തെ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ വളരെ ഇൻഫ്ലുവൻസിങ് ആയിട്ടൊരു കാലഘട്ടമാണ്. അതായത് ഇപ്പം പണ്ട് മൊബൈലൊക്കെ എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഒരു കാലഘട്ടത്തിൽ മൊബൈൽ എന്ന് പറഞ്ഞാൽ ആക്സസ് ചെയ്യാൻ പോലും കണ്ടിട്ട് ഇൻ്റർനെറ്റ് ഒന്നും ആക്റ്റീവ് അല്ലാത്തൊരു കാലത്ത് നിന്ന് നമ്മളൊക്കെ വന്നത്. പക്ഷേ ഇന്നത്തെ ഒരു കാലത്ത് ഇതില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ്. ഇപ്പോൾ കഴിഞ്ഞ ഇടയിൽ തന്നെ എന്നെ ഞെട്ടിച്ചൊരു വാർത്തയാണ്, 9 വയസ്സുള്ളൊരു കുഞ്ഞ് തൂങ്ങി മരിച്ചത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഈ സിനിമയായാലും എല്ലാം പെട്ടെന്ന് ഇൻഫ്ലുവൻസ് ചെയ്യും. ഇപ്പോൾ നമ്മൾ ആക്സസ് ചെയ്ത് കൊടുക്കുകയാണ്, ഇങ്ങനെയും ചെയ്യാം, ഇങ്ങനെ ഉണ്ട്. അപ്പം നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ ഒരു ക്രിയേറ്റീവ് ആർട്ടാണ്. ഇത് ഇൻഫ്ലുവൻസ് ചെയ്യാനോ അല്ലെങ്കിൽ കണ്ട് ചെയ്യുക എന്നുള്ളതുകൊണ്ടല്ല. പക്ഷേ ഇത് പലപ്പോഴും സൊസൈറ്റി ചെന്ന് എത്തുന്ന മെസ്സേജുകൾ റോങ് ആയിട്ടാണ്.
പക്ഷെ നല്ല 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 സിനിമകളും ആ സമയത്ത് വരുന്നുണ്ട്, നല്ല മെസ്സേജുകൾ കൊടുക്കുന്ന സിനിമ. ഇപ്പം ഈ സിനിമ അതുപോലത്തെ ഒരു സിനിമയാണ്. അപ്പോൾ ഇത് എത്രത്തോളം നെഗറ്റീവായിട്ട് സൊസൈറ്റി ഇമ്പാക്ട് ചെയ്യുന്നുണ്ടെന്ന് ചേട്ടൻ എപ്പോഴും ഏതെങ്കിലും പോയിന്റ് തോന്നിയിട്ടുണ്ടോ? സൊസൈറ്റി ഡെഫിനറ്റ്ലി ഇമ്പാക്ട് ചെയ്യുന്നുണ്ട്. അത് ഇപ്പോൾ നമ്മൾ രക്ഷകർത്താക്കൾ എന്നുള്ള രീതിയിൽ നമ്മൾ നമ്മുടെ കുട്ടികൾ മെച്ചുവേർഡ് ആകുന്നവരെ അവരെ ഈ കാര്യങ്ങളിൽ കൂടുതൽ എക്സ്പോഷർ കൊടുക്കാണ്ടിരിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ അകത്ത് ഒരു പങ്ക് നമ്മൾ വഹിക്കുന്നുണ്ട്. അതായത് കുട്ടികളുടെ മുമ്പിൽ, കുട്ടികൾക്ക് നമ്മൾ മൊബൈൽ കളിക്കാൻ കൊടുക്കുന്നില്ല, പക്ഷെ കുട്ടികളുടെ മുമ്പിൽ നമ്മളെപ്പോഴും ഇത് കുത്തിച്ചുകൊണ്ട് തെങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനിത് ചെയ്യുന്നതാണ് കേട്ടോ. എൻ്റെ ഭാര്യ പറഞ്ഞെന്ന കാര്യമാണ് ഞാനിപ്പോൾ പറയുന്നത്. എൻ്റെ ഭാര്യയ്ക്ക് കുറച്ചുകൂടെ ഷീസ് മച്ച് മോർ മെച്ചുവേർഡ് ദാൻ മീ. പെണ്ണുങ്ങൾ അങ്ങനെയാണല്ലോ. ഇപ്പം റിട്ടേൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ഗോഡിലെ എൻ്റെ ഭാര്യയുടെ കാര്യം എനിക്കറിയില്ലേ. ഞാൻ ചിന്തിക്കുന്നത് ഞാൻ നന്നാവാൻ വേണ്ടിയാണ്. പക്ഷെ എൻ്റെ ഭാര്യ ആദ്യമേ ചിന്തിച്ചിരുന്നത്, ദൈവത്തിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് മകള് സംസാരിക്കണമെന്നുള്ളതാണ്. ഞാൻ ലാസ്റ്റ് ഇത്രയും ബുദ്ധിമുട്ടുകളൊക്കെ ഫേസ് ചെയ്തിട്ട് ദൈവം എൻ്റെ മുമ്പിൽ വന്ന് ബുദ്ധിമുട്ടുകളൊക്കെ ഫേസ് ചെയ്ത് ലാസ്റ്റ് ദൈവം എക്സാമ്പിൾസ് എൻ്റെ മുമ്പിൽ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത് ഞാൻ സെൽഫിഷ് ആയിരുന്നു എന്നുള്ളത്. എന്നിട്ടാണ് ഞാൻ പറയുന്നത് എനിക്ക് എൻ്റെ മോള് സംസാരിക്കണമെന്നാണ്. അപ്പോൾ അത് പറഞ്ഞ പോലെ നമ്മൾ ഈ ഗാഡ്ജറ്റ്സ് പിള്ളേരുടെ മുമ്പിൽ യൂസ് ചെയ്യാണ്ടിരിക്കുക. ആവശ്യത്തിന് മാത്രമേ. ഒരു കോൾ വരികയാണെങ്കിൽ നമുക്ക് സംസാരിക്കാം, അത് മണിക്കൂറുകളോളം സംസാരിക്കല്. സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ആൾക്കാർ അതിൽ തന്നെ തെന്നിച്ചുകൊണ്ടിരുന്നാൽ ഡെഫിനറ്റ്ലി അവർക്കും തോന്നും അച്ഛനും അമ്മയും ചെയ്യുന്നുണ്ടല്ലോ, പിന്നെ നമുക്ക് എന്താണ് അത് തെന്നിച്ചുകൊണ്ടിരുന്നാൽ. സോ നമ്മൾ തന്നെ അത് ശീലിച്ചു തുടങ്ങണം. സോ ഞാനിപ്പോൾ കുറച്ച് കൺട്രോളാണ്. ഇപ്പം താങ്കൾ പറഞ്ഞ ഇങ്ങനത്തെയുള്ള പല കേസസും ഞാനും വായിക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. അപ്പം അറ്റ്ലീസ്റ്റ് വീട്ടിൽ പിള്ളേരോടെങ്കിലും നമ്മളത് അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ, അതിനുവേണ്ടി നമുക്ക് എന്തൊക്കെ പ്രിക്കോഷൻസ് എടുക്കാൻ പറ്റുമോ അതൊക്കെ ഞാൻ എടുക്കുന്നുണ്ട്. ചേട്ടാ, ഈ ഇതില് ദൈവത്തിന് ഒരു പ്രത്യേക കോസ്റ്റ്യൂമാണ് കൊടുത്തിരിക്കുന്നത്. സാധാരണ ഇപ്പൊ ദൈവം നമ്മൾ വെള്ളയായിട്ടുള്ള കാണാറുണ്ടല്ലോ. അപ്പൊ ഇത് വിവാദങ്ങളെ പേടിച്ചിട്ടാണോ ഇങ്ങനെ ഒരു സംഭവം കൊടുത്തിരിക്കുന്നത്? ഞാൻ ഉത്തരവാദിയല്ല ഇതിന്. ആക്ച്വലി സംഭവിച്ചാൽ നമ്മൾ ഇതിനകത്തൊരു ദൈവത്തെ അല്ലെങ്കിൽ ഒരു മതത്തെ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ നോക്കുന്നില്ല. അപ്പോൾ സോ നമ്മൾ യൂണിവേഴ്സിന്റെ ഒരു കളർ തീം നമ്മൾ സമീറ സനീഷാണ് കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്ത് തന്നെ. അപ്പോൾ കുറേ കോസ്റ്റ്യൂംസ് കാണിച്ചു തന്നപ്പോൾ അതിൽ എനിക്ക് അതാണ് ഇഷ്ടപ്പെട്ട ഒരു ഡിഫറെന്റ് പരിപാടി. കാരണം നമുക്ക് വെള്ളമായിട്ട് കഴിഞ്ഞാൽ ആൾക്കാർ ജീസസ് ക്രൈസ്റ്റ് എന്ന് പറയും, പല പല രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്യും. അപ്പം അതാണ് ഒരു ഡിഫറെന്റ് പരിപാടി അങ്ങനെ വിളിച്ചത്. താങ്ക് യു. ബേസിക്കലി കോസ്റ്റ്യൂംസിലും മേക്കപ്പിലും ഒന്നും ഞാൻ ഇൻവോൾവ് ആകാറില്ല. നമുക്കൊരു കഥാപാത്രം തോന്നിയിട്ടുണ്ട്. അതിപ്പോൾ പ്രൊട്ടഗനിസ്റ്റ് ആയാലും അല്ലെങ്കിൽ ആന്റഗണിസ്റ്റ് ആയാലും അല്ലെങ്കിൽ സപ്പോർട്ടിംഗ് റോൾ വേറെ ഏതെങ്കിലും ക്യാരക്ടർ ആയാലും കൊമേഡിയൻ ആയാലും നമ്മളൊരു സംവിധായകൻ അല്ലെങ്കിൽ റൈറ്റർ പറയുന്ന രീതി ചെയ്യാവുന്നതാണ്. ഇപ്പം സണ്ണി ഞാൻ ഫസ്റ്റ് ഡേ ഈ കോസ്റ്റ്യൂം ആയിരുന്നില്ല, മറ്റേ കളർഫുൾ കോസ്റ്റ്യൂം ആയിരുന്നില്ല. ഫസ്റ്റ് അവരുടെ പിങ്കും ഇതായിരുന്നു, മുണ്ടായിരുന്നു. അപ്പം നോർമൽ മനുഷ്യൻ്റെ കോസ്റ്റ്യൂമാണല്ലോ. അതിനുശേഷം പിന്നെ ഇത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇപ്പം താങ്കൾ ചോദിച്ച പോലെ ആ ചോദ്യം എൻ്റെ മനസ്സിൽ വന്നില്ല, എന്തുകൊണ്ടായിരിക്കുമെന്ന്. പക്ഷെ സിനിമ കണ്ടു കഴിയുമ്പോഴത്തേക്കും ഇപ്പം ഫെബി പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു കാര്യം മനസ്സിലായി, നമ്മൾ മതം പറയുന്നില്ല ഇവിടെ. പക്ഷേ ഇപ്പം എൻ്റെ കഥാപാത്രം ഒരു ക്രിസ്ത്യൻ റിലിജൻ വിശ്വാസിയാണ്, അങ്ങനെ കാണിച്ചിട്ടുണ്ട്. പക്ഷെ ദൈവം ഏത് മതത്തിലുണ്ട്? ദൈവം നമ്മൾ പണ്ടുതൊട്ടേ പറഞ്ഞ് ഇപ്പം നമ്മുടെ വീട്ടുകാരൊക്കെ പറഞ്ഞു തന്നിരിക്കുന്ന ദൈവം ഒന്നേ ഉള്ളൂ. പക്ഷെ നമ്മൾ നമ്മുടെ റിലിജൻ അനുസരിച്ച് നമ്മൾ ഒരു ദൈവത്തിന് ഒരു രൂപങ്ങൾ കൊടുത്തിട്ടുണ്ട്. രൂപം എനിക്ക് കണ്ണടയില്ലാണ്ട് വായിക്കാൻ പറ്റില്ല. ഇത്ര എടുത്ത് വെച്ചാൽ ഫോക്കസ് അവിടെ മൊത്തം. വേറൊന്നല്ല, ഗോഡിന്റെ ഫുൾ ഫോം അറിയാമോ? ഗോഡിന്റെ ഫുൾ ഫോം അറിയാമോ? ഗോഡിന്റെ ജനറേറ്റർ, ഓപ്പറേറ്റർ, ഡിസ്ട്രോയർ, അങ്ങനെയാണ് ആക്ച്വലി. ക്രിയേറ്റർ ഓഫ് ദി യൂണിവേഴ്സ്. ആ രീതിയിലാണ് നമ്മൾ ദൈവത്തെ പ്രസന്റ് ചെയ്തേക്കുന്നത്. അല്ല, ഇത് സംഭവം വെച്ചാല് ചേട്ടനൊരു ക്രിസ്തീയ വിശ്വാസി അല്ലെങ്കിൽ ആ ഒരു മതത്തിൽപ്പെട്ടായതുകൊണ്ട് അയാളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന ആളെ എപ്പോഴും ക്രിസ്തീയ വേറൊരു ക്യാരക്ടറും ഉണ്ട്, ഒരു ഹിന്ദു ക്യാരക്ടറും ഉണ്ട്. അപ്പൊ അതും മെയിൻ ക്യാരക്ടർ ചേട്ടനായതുകൊണ്ട് ആളെയും ദൈവം സഹായിക്കുന്നുണ്ട്. ചേട്ടാ, ഇതില് ഫസ്റ്റ് കാണിക്കുന്നതില് ഫസ്റ്റത്തെ പടം വിജയിച്ച ഒരാളുടെ ഭയങ്കരമായിട്ട് ആർമാദിക്കുന്ന ഒരു സംഭവം ഉണ്ട്. അപ്പം ചേട്ടൻ ഇങ്ങനെ വിജയത്തില് അധികമായിട്ട് ആർമാദിക്കാറുണ്ട്? ഞാനൊരു ഘട്ടം വരെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ആഹ്ലാദിക്കണമെന്ന്. അന്ന് വരെ എനിക്ക് സക്സസ് കിട്ടിയില്ല. ഞാൻ ഒരു തീരുമാനമെടുത്തു, എനിക്കിനി ജീവിതത്തിൽ ഒരു ഹിറ്റ് സിനിമ അഭിനയിച്ചാൽ അത് ഹിറ്റാവുമല്ലോ. അത് ചിലപ്പോൾ 100 ദിവസം ഓടുമായിരിക്കും. അന്നത്തെ കാര്യം പറയുന്നത്. ഇപ്പം 100 ദിവസം ഓടുന്നില്ല.
അന്ന് 100 ദിവസം ദൂരം പോകുമായിരുന്നു. അപ്പം അങ്ങനെ ഒരു സമയം വരുവാണെങ്കിൽ ഞാൻ അങ്ങ് ആഹ്ലാദിക്കും. അപ്പം അത് ആ സമയത്ത് സംഭവിച്ചില്ല. പക്ഷേ ഞാൻ തീരുമാനം എടുക്കുവാണ്, ഞാൻ ആഹ്ലാദിക്കില്ല. ഞാൻ വളരെ മെച്ചൂർഡായിട്ട് എനിക്ക് സക്സസ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് പറ്റും. ഞാൻ ഒരുപാട് ദുഃഖിക്കില്ല. ഒരു ഫ്ലോപ്പ് വന്നാൽ, ഹിറ്റ് കിട്ടിയാൽ ഞാൻ ഒരുപാട് ആഹ്ലാദിക്കില്ല. അങ്ങനത്തെ ഒരു ഡിസിഷൻ എടുത്ത് ഒരു കുറച്ച് കാലം കഴിഞ്ഞപ്പോഴത്തേക്കും ട്രിവാൻഡ്രമിലോട്ട് സംഭവിച്ചു. ഞാൻ മനസ്സിലാക്കുന്നത്, ഇത് എൻ്റെ ഭാര്യ പറഞ്ഞതെന്നാണ്, ഞാൻ മനസ്സിലാക്കിയതല്ല, പറഞ്ഞു പോയത് അറിയാട്ടെ. എൻ്റെ ഭാര്യ പറഞ്ഞത്, സൈജു ദൈവത്തിനും അറിയാം, അല്ലെങ്കിൽ നമ്മൾ ഈ അൾട്ടിമേറ്റ് പവർ ഉണ്ടല്ലോ, നമ്മളിപ്പോൾ ദൈവം എന്ന് വിളിക്കുന്നു, അല്ലെങ്കിൽ ഒരു അൾട്ടിമേറ്റ് പവർ, നമ്മളെന്താണ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പം ഐദർ അൾട്ടിമേറ്റ് പവർ ഓർ ഗോഡിന് അറിയാം ഒരാൾക്ക് എപ്പോഴും സക്സസ് കൊടുക്കേണ്ടതെന്ന്. അയാൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് ദൈവത്തിനും കൂടെ തോന്നണം. ഹീസ് മെച്ചൂർഡ് ഇനഫ് ടു ഹാൻഡിൽ സക്സസ്. അപ്പോഴായിരിക്കും ഇത് നമുക്ക് സക്സസ് കിട്ടുന്നതെന്ന്. അപ്പം ഞാൻ അത് പറഞ്ഞതുകൊണ്ട് ഞാൻ സ്വന്തമായിട്ട് മെച്ചൂർഡ് ആണെന്നും തീരുമാനിച്ചതല്ല. പക്ഷേ ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴത്തേക്കും ഒരുപാട് തോൽവികൾ, ഒരുപാട് എന്താണ് ഈ ആൾക്കാർ ഇഗ്നോർ ചെയ്യുന്നതും, അത് പലരും, ഇപ്പം ഇൻഡസ്ട്രിന്ന് ഞാൻ പറയുന്നില്ല, അല്ലെങ്കിൽ സാധാരണ ജനത്തിന് ഞാൻ പറയുന്നില്ല, പക്ഷെ അങ്ങനെയുള്ള ഒരുപാട് ഹേർഡിൽസ് ഞാൻ കണ്ടതുകൊണ്ട് എനിക്ക് പിന്നെ ഒരു സക്സസ് വന്നപ്പോഴത്തേക്കും എനിക്കറിയാം ഇത് ലിമിറ്റഡ് പീരിയഡ് ഓഫറാണ് ദൈവത്തിൻ്റെ. ഇത് അധികം കാലം കാണൂല. അതായത് ആ സിനിമയുടെ കാര്യം ഞാൻ പറയണത് കറക്റ്റാണ്. വെച്ചാൽ ട്രിവാൻഡ്രമിലോട്ട് റിലീസായത് ഹിറ്റായി എൻ്റെ ക്യാരക്ടർ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്തു. 1 മാസം 2 മാസം അത് കഴിഞ്ഞ് ആ പടം മറന്നു ആൾക്കാർ. അപ്പോഴത്തേക്ക് വേറൊരു ഹിറ്റ് പടം വന്നു കഴിഞ്ഞു, വേറെ ആരുടെയെങ്കിലും. അപ്പോൾ ട്രിവാൻഡ്രമിലോട്ട് മറന്നു. പിന്നെ നമ്മൾ അടുത്തൊരു ഹിറ്റ് കൊടുക്കണം. അത് വീണ്ടും ആ ഹിറ്റ് വന്നു കഴിഞ്ഞാൽ വീണ്ടും ലിമിറ്റഡ് പീരീഡ് ആണത്. ആ ഓഫർ ലിമിറ്റഡ് പീരീഡ് കാണുള്ളൂ. അതേപോലെ തന്നെ ഈ ഫ്ലോപ്പുകൾ, ഇപ്പം ഭരതനാട്യം ഫോർ എക്സാമ്പിൾ, ഭരതനാട്യത്തിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഡിപ്രസ്ഡ് ആയത്. അതിൻ്റെ കാരണം സതീഷ് ഏട്ടൻ പറഞ്ഞ പോലെ ഞാൻ പ്രൊഡ്യൂസർ ആയതുകൊണ്ടല്ല കേട്ടോ. അതിൻ്റെ കാരണം അത്രമാത്രം ഞാനിത് ഹിറ്റാവുമെന്ന് വിചാരിച്ചു. ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു എനിക്ക്, ഈ പടം എന്തായാലും ഹിറ്റാവും. ഈ കോൺഫിഡൻസ് ഞാൻ ആരോടും ഞാൻ കാണിച്ചിട്ടില്ല. എൻ്റെ ഫാമിലിയിലും എൻ്റെ പാർട്ട്ണറും അല്ലെങ്കിൽ സംവിധായകൻ അവരോടൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് പുറത്ത് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല അങ്ങനെ ഓപ്പണായിട്ട്. ഇതെന്തായാലും ഹിറ്റാണ്, മിനിമം ഗ്യാരണ്ടി ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇത് അടിക്കുമെന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. അത് വീണതോടുകൂടി ഞാൻ തകർന്നു പോയി. ഭയങ്കര ഡിപ്രഷൻ ആയിരുന്നു. ക്ലിനിക്കൽ ഡിപ്രഷൻ അല്ല, പക്ഷെ ഭയങ്കര വിഷമം. എൻ്റെ ഭാര്യ, ഞാൻ പല ഇൻട്രവ്യൂസിലും പറഞ്ഞിരുന്നത്, എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു, സൈജു ഒന്ന് റീതിങ്ക് ചെയ്യാൻ പറ്റേ, ബാക്ക് ടു കോർപ്പറേറ്റിലേക്ക് പോകും. ഇപ്പം ഇങ്ങനെ ഓരോ സിനിമ വരുമ്പം ഓടാണ്ട് വരുമ്പോഴത്തേക്കും ഡിപ്രസ്ഡ് ആയാൽ പിന്നെ സൈജുന് അതിനെല്ലാം നേരം കാണുള്ളൂ. വെച്ചാൽ ഓരോ പടം വരുമ്പോഴത്തേക്കും ഇങ്ങനെ ഡിപ്രസ്ഡ് ആയിട്ട് ഒരാഴ്ച ഇരിക്കുകയെന്നൊക്കെ പറഞ്ഞാൽ ഞാനൊന്ന് ചിന്തിച്ചു, ശരിയാണ്, വിട്ടാലോ പരിപാടി. അപ്പോഴത്തേക്ക് എന്താ പറ്റിയെന്ന് വെച്ചാൽ ഇത് 3 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും OTT വന്നു. ഇതങ്ങ് കയറി അങ്ങ് ഭയങ്കര ഹിറ്റായി. പക്ഷേ ഞാൻ ആഹ്ലാദിച്ചത് അത്രയും. സന്തോഷം ഉള്ളിൽ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. ഞാനത് കടിച്ചു പിടിച്ച് വെച്ച് ഞാൻ പുറത്ത് ആരോടും കാണിച്ചില്ല ഞാൻ ഇത്ര എക്സൈറ്റഡ് ആണ്. ഞാൻ പക്ഷെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ചില പടം ഹിറ്റായല്ലോ. അപ്പൊ എന്തായാലും നമ്മുടെ ചോദ്യം പോയി. ഓവറായിട്ട് സന്തോഷിക്കാറുണ്ടോ? യെസ്. അപ്പൊ അതുകൊണ്ട് ഉള്ളിലുള്ളൊക്കെ സന്തോഷിക്കും. ഇപ്പം ഭരതനാട്യത്തിൽ നിന്ന് ഞാനൊരു പാഠം പഠിച്ചത് പണ്ടറിയാവുന്നതാണ്. പക്ഷെ എങ്കിൽ പോലും കൂടുതൽ ഒരു പടത്തിന്റെ എന്താണ് പറയുന്നതിൽ പ്രശ്നമാകുവാണെങ്കിൽ തോൽവിയിൽ നമ്മൾ ഡിപ്രസ്ഡ് ആകാൻ പാടില്ല. പക്ഷേ ഇതൊക്കെ നമുക്ക് പറയാവുന്നേ ഉള്ളൂ. നാളെ ഒരു പടത്തിന് സംഭവിച്ചാൽ, ഇന്നിപ്പം റിട്ടേൺ ഡയറക്ടർ ഗോഡിന് ഭയങ്കര മോശം റെസ്പോൺസാണ് വന്നിരുന്നെങ്കിൽ വീണ്ടും ആ ഡിപ്രഷൻ ഉണ്ടായിരുന്നു എനിക്ക് മിനിമം ഒരാഴ്ച. പക്ഷേ ഇതിപ്പോൾ സംഭവിച്ചില്ല, ദൈവാനുഗ്രഹം. നല്ല റിപ്പോർട്ട്സാണ് വരുന്നത്. അതുകൊണ്ട് നമ്മൾ ഹാപ്പിയാണ്. നാളെ ഏതെങ്കിലും ഒരു പടത്തിന് ഇങ്ങനെ സംഭവിച്ചാൽ ഡെഫിനറ്റ്ലി ഡിപ്രസ്ഡ് ആയിരിക്കും. അപ്പോൾ ആ സമയത്ത് എന്നെ വിളിച്ചാൽ ഞാൻ ഫോൺ എടുക്കില്ല. മുല്ല എന്ന സിനിമ അതിൽ ഏറ്റവും ഉജ്ജ്വലമായിട്ട് പ്രകടനമായിരുന്നു വില്ലൻ റോളില് കാഴ്ചവെച്ചത്. അതിനുശേഷം പിന്നെ അങ്ങനെ ഒരു ഡീപ്പായിട്ടൊരു വില്ലനിലേക്ക് ഒരു യാത്ര നടത്താത്ത എന്തുകൊണ്ടായിരിക്കും? ഈ നമ്മുടെ ലുക്കിന് ഒരുപാട് ചേഞ്ചസ് വരുമല്ലോ. എൻ്റെ തോന്നലാണ്, ഇപ്പോൾ ചോദിച്ചുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി ആലോചിക്കുകയാണ്. എന്നോട് എൻ്റെ ഒരു ഫ്രണ്ട് ആക്ടർ പറഞ്ഞതാണ്, ഒരുപക്ഷെ 2012 സെപ്റ്റംബറൊക്കെ ആയപ്പോഴായിരിക്കും സൈജുവിൻ്റെ മുഖത്തിന് കോമഡിയൻ
പറ്റിയൊരു ഫേസായി പാകപ്പെട്ടത്. അതുകൊണ്ടായിരിക്കും ട്രിവാൻഡ്രം ലോഡ്ജിൽ അത് കിട്ടുകയും അത് സക്സസ്ഫുൾ ആയത്. അപ്പോൾ അത് പറഞ്ഞ പോലെ ചിലപ്പോൾ അതിനുശേഷം ഒരു റൈറ്ററിനോ ഡയറക്ടറിനോ എന്നെ ഒരു നെഗറ്റീവ് ക്യാരക്ടറിൽ പ്ലേസ് ചെയ്താൽ അത് ഓക്കെ ആയിരിക്കും തോന്നി കാണില്ല. അന്ന് വരെയും ഇപ്പം ഹലോ, ബാബ കല്യാണി, മുല്ല, ഇതിലെ 3ലാണ് ഞാൻ വില്ലനായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. പിന്നെ അതിനുശേഷം ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റിൽ 2 സീനിൽ അത് നെഗറ്റീവ് ക്യാരക്ടറാണ്. പിന്നെ അങ്ങനെ ഒരു ഭീകര നെഗറ്റീവ് എനിക്ക് കിട്ടിയിട്ടുമില്ല, കിട്ടാത്തത് കൊണ്ട് ഞാൻ ചെയ്തിട്ടുമില്ല. അപ്പം ഒരുപക്ഷെ ആ സമയമൊക്കെ ആയിരിക്കും എൻ്റെ കറക്റ്റ് നെഗറ്റീവ് ക്യാരക്ടർ ചെയ്യാം. അപ്പം ഇപ്പം നെഗറ്റീവ് ക്യാരക്ടർ ചെയ്യാൻ പറ്റിയൊരു ഫേസ് അങ്ങനെ പ്രത്യേകിച്ച് ഫേസ് ഒന്നും ഇല്ലല്ലോ. സുന്ദരന്മാർക്കും ചെയ്യാം, സുന്ദരന്മാരല്ലാത്തവർക്കും ചെയ്യാം. അതെ, അബു ഒരേ സമയത്ത് വില്ലനുമാണ് കൊമേഡിയനുമാണ്. അബു ആക്ച്വലി നെഗറ്റീവ് അല്ലല്ലോ. അബു കുറച്ച് ഓമനത്തുള്ള ഒരു ക്യാരക്ടർ അല്ലേ, എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ അങ്ങനെ തോന്നുന്നു. അതെ അതെ അതെ. നേരത്തെ തിയേറ്ററിൽ ഇറങ്ങിയ പടങ്ങൾ പിന്നീട് തിയേറ്ററിൽ വർക്കാവാതെ പിന്നീട് OTT-ൽ വർക്കായ കുറെ സിനിമകൾ ഇപ്പം നിലവിൽ കുറെ നാളുകളായിട്ട് ഇപ്പം മലയാളത്തിൽ ഇറങ്ങുന്നുണ്ട്. തിയേറ്ററിൽ വർക്കാതെ പിന്നീട് OTT-ൽ വർക്കാവുന്നത്. ഇന്നലെ ഞായറാഴ്ച ആയിരുന്നു. അപ്പൊ ഇന്നലത്തെ കേരളത്തിലെ ബുക്കിംഗ് നിരക്ക്, തിയേറ്ററിലെ ബുക്കിംഗ് നിരക്ക് നോക്കുമ്പോൾ ഓൾറെഡി റിലീസായ പടങ്ങളെക്കാട്ടിലും കൂടുതൽ റീ റിലീസായ ചോട്ടാമുമ്പ് എന്ന സിനിമയ്ക്കാണ് കളക്കം കൂടി വന്നിരിക്കുന്നത്. അതായത് പുതിയ സിനിമ ഉണ്ടായിട്ടും അത് കാണാതെ ഓൾറെഡി കണ്ട സിനിമകൾ പ്രേക്ഷകർ വീണ്ടും തിയേറ്ററിലേക്ക് കാണാൻ പോകും. അപ്പൊ ഈ പ്രേക്ഷകരുടെ ഒരു ആസ്വാദന രീതിക്കുണ്ടായ ഈ ഒരു മാറ്റം എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ആസ്വാദന രീതി എന്ന് പറഞ്ഞാല് ഞാൻ എൻ്റെ പടം ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ചോട്ടാമുമ്പേക്ക് പോകും. ചോട്ടാമുമ്പ് ഞാൻ ഓൾറെഡി കണ്ട പടമാണ്, എൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് സിനിമയാണത്. അപ്പോൾ ഉറപ്പായിട്ടും ഇന്നിപ്പോൾ പുതിയ കളർ ഗ്രേഡിങ്ങിലും പുതിയ സൗണ്ട് എഫക്റ്റിലൊക്കെ വരുമ്പോഴത്തേക്കും അതൊന്ന് അനുഭവിക്കാൻ വേണ്ടി ഞാൻ ഉറപ്പായിട്ടും ഞാൻ പോകും. അപ്പം ഫസ്റ്റ് ചോയ്സ് എപ്പോഴും അതായിരിക്കും. ഇന്നിപ്പോൾ എൻ്റെ സിനിമ റിലീസായതുകൊണ്ടാണ് ഞാൻ ആദ്യം അത് കാണാൻ വേണ്ടി പോയത്. അതർവൈസ് അത് ബട്ട് നാച്ചുറൽ അല്ലേ. നമ്മൾ പണ്ട് ഇഷ്ടപ്പെട്ട ഒരു പടം, അതും ലാലേട്ടൻ്റെ പോലത്തെ ഒരു ലെജൻഡിൻ്റെ പടമൊക്കെ വരുമ്പോഴത്തേക്കും ഓൾറെഡി ഹിറ്റായ എത്രയോ നാളോടിയ പടം അത് വീണ്ടും നമുക്കൊരു പുതിയ രൂപത്തിൽ വരുമ്പോൾ ആ പുതിയ രൂപത്തിൽ എങ്ങനെയാണ് വന്നിരിക്കണമെന്നും കൂടെ അറിയാൻ വേണ്ടി ഡെഫിനറ്റ്ലി നമുക്കൊരു ഇത് കാണില്ലേ. അപ്പം അത് അങ്ങനെയാണത്, അത് നാച്ചുറലി ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. എങ്കിലും ഈ പറയുന്ന പോലെ തിയേറ്ററിൽ വർക്കാവാത്ത പടങ്ങൾ പിന്നീട് OTT-ൽ വർക്കാവുന്നുണ്ട്. പിന്നെ ഒരുപാട് എക്സ്പെക്ട് ചെയ്ത സിനിമകൾ തിയേറ്ററിൽ വർക്കാതെ പോകുന്നുണ്ട്. അപ്പം ഓഡിയൻസിന് ഓൾറെഡി ഇപ്പോൾ ഒരു കൺഫ്യൂസ്ഡ് ആണ്, ഏത് സിനിമ പോയി കാണണം, അല്ലെങ്കിൽ തിയേറ്ററിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള സിനിമ. ഓഡിയൻസിന് ആക്ച്വലി കൺഫ്യൂഷൻ ഒന്നുമില്ല. അവർ ഓൾറെഡി തീരുമാനം എടുത്ത് കാണും ഏത് സിനിമ കാണേണ്ടത് കാണാത്തതെന്ന്. ഓഡിയൻസ് ആർ നോട്ട് കൺഫ്യൂസ്ഡ്. നമ്മൾ ഒരു പാക്കേജായിട്ട് എങ്ങനെയാണ് ഇത് ആൾക്കാരിലേക്ക് എത്തിക്കുന്നത് അതിൽ ഡിപ്പെൻഡ് ചെയ്യും. മൗത്ത് പബ്ലിസിറ്റിയിൽ ഇപ്പം നമ്മുടെ ടൂറിസ്റ്റ് ഹോം പോലത്തെ പടങ്ങൾ ആദ്യം കളക്ഷൻ ഇല്ലായിരുന്നു, പിന്നെ അത് ഭയങ്കരമായിട്ട് ഹിറ്റായി. അത് വളരെ റെയറായിട്ട് ഇപ്പം സംഭവിക്കാൻ ചാൻസ് ഉള്ളൂ. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും ചില സിനിമകളൊക്കെ ഞാൻ കിട്ടുന്നുണ്ട്. ഒരാഴ്ച വരെ ആളില്ലായിരുന്നു, പിന്നെ ഉടനെ പിന്നെ പെട്ടെന്ന് അങ്ങ് കയറി. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം ക്ലാസ്മേറ്റ്സ് എനിക്ക് ഓർമ്മയുണ്ട്. ആദ്യത്തെ ദിവസം അത്രയും തിരക്കില്ലായിരുന്നു, പക്ഷെ പിറ്റേ ദിവസം തൊട്ട് ഭയങ്കര ഹിറ്റായി. അപ്പം അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്, ഇപ്പം എൻ്റെ ഓർമ്മയിൽ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പം അതിനുള്ളൊരു സ്പേസ് ഇല്ല. ആ സ്പേസാണ്, അതായത് ഈ 2 ദിവസം കഴിഞ്ഞിട്ട് ഹിറ്റാകുന്ന അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഈ കളക്ഷൻ വരുന്നൊരു സ്പേസിലേക്കാണ് ഇപ്പോൾ OTT അല്ലെങ്കിൽ സാറ്റലൈറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ ആൾക്കാർ അവിടെ കൂടുതലും OTT, ബിക്കോസ് നമ്മുടെ സമയം അനുസരിച്ച് അത് കാണാം. സോ ഇപ്പം കുറച്ച് നാൾ മുന്നേ നോക്കുമ്പോൾ OTT റിലീസ് ഒരു 3 മാസത്തിന് ശേഷമായിരിക്കും, തിയേറ്ററിൽ റിലീസായി 3 മാസത്തിന് ശേഷമായിരിക്കും OTT വരും. പക്ഷെ ഇപ്പം അതേ മാസം തന്നെ OTT പടങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അത് ഓൾറെഡി ഇപ്പം പ്രേക്ഷകർക്കാണെങ്കിലും ഓക്കെ ഇത് തിയേറ്ററിൽ പോകേണ്ടവർ ഇപ്പൊ 2 ആഴ്ച കഴിഞ്ഞാൽ OTT വരും. ആ ഒരു പെർസ്പെക്റ്റീവിലേക്ക് ഇപ്പൊ ഓഡിയൻസ് മാറിയതായിട്ട് തോന്നുന്നു. മുന്നിതിപ്പോ എന്ത് ചെയ്യാൻ പറ്റും, വരുന്നുണ്ട്, നമ്മുടെ കയ്യിലല്ലോ ഇത് അല്ലേ. ഇപ്പൊ ഞാനൊരു ആക്ടറാണ്. ഇപ്പൊ ഞാൻ ഒരു പടം പ്രൊഡ്യൂസ് ചെയ്തു. പ്രൊഡ്യൂസർ എന്നുള്ള പേരേ ഉള്ളൂ. അതിൻ്റെ അകത്ത് പ്രൊഡക്ഷനിൽ എന്ത് വേണമെന്നുള്ളത് എനിക്ക് വലിയ വ്യക്തതയില്ല. ഐ മീൻ എത്ര രൂപ ആയെന്നൊക്കെ ഉള്ളത് അറിയാം. അല്ലാണ്ട് ഞാൻ ആസ് എ പ്രൊഡ്യൂസർ ഞാൻ ഒരു സാധനം ഒരു പിന്ന് മേടിക്കാൻ വേണ്ടി ഞാൻ പോയി അത് കുറച്ച് വിലയ്ക്ക് മേടിച്ചോണ്ട് അങ്ങനെ ഉണ്ടായിട്ടില്ല. നമുക്കൊരു ടീം ഉണ്ടായിരുന്നു, അവരെല്ലാം ചെയ്തോണ്ടിരുന്നത്. ഞാൻ എൻ്റെ അഭിനയത്തിലായിരുന്നു കോൺസെൻട്രേറ്റ് ചെയ്തോണ്ടിരുന്നത്. അപ്പം
ഇങ്ങനെയൊക്കെ ഇവിടെ സംഭവിക്കുന്നപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും അല്ലേ? ആ അത്രേ നമുക്ക് നടക്കുള്ളൂ അല്ലേ? വൈശാഖ്, അപ്പം ഈ കോമഡി റോളൊക്കെ മാറിയിട്ട് ഭയങ്കര സീരിയസ് ആയിട്ട് ഭയങ്കര ഇമോഷണൽ രംഗങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു ഇമോഷണൽ രംഗങ്ങളൊക്കെ ചെയ്യുമ്പോൾ? എനിക്ക് ഇങ്ങനത്തെ റോൾസാണ് കുറച്ചുകൂടി ഇഷ്ടം. കുറച്ച് സീരിയസ് പരിപാടികൾ കോമഡി ഇഷ്ടമല്ല, കോമഡി ചെയ്യാൻ കുറച്ചുകൂടി പാടാന്ന് തോന്നുന്നു. എനിക്ക് വളരെ നല്ല എക്സ്പീരിയൻസ് ആണ്. കാരണം ഇവര് സ്റ്റോറി എൻ്റെ അടുത്ത് നരേറ്റ് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് ആ ക്യാരക്ടർ ഭയങ്കരമായിട്ട് കിട്ടുന്നുണ്ടായിരുന്നു. ആ ക്യാരക്ടർ കടന്നു പോകുന്നൊരു പരിപാടി എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് തന്നെയാണ് മെയിൻലി അത് ചെയ്യാനുള്ളൊരു ഇത് എന്ന് പറഞ്ഞാൽ. എൻ്റെ ഏകദേശം എൻ്റെ ഏജല്ല, എനിക്ക് കുറച്ചുകൂടി എൻ്റെ അനിയൻ്റെ ഒക്കെ ഏജുള്ളൊരു ക്യാരക്ടറായിരിക്കും ഈ സിനിമയിലുള്ളത്. അപ്പോൾ ആ പ്രായത്തിൽ കുറേ പേരിൽ സംഭവിക്കുന്ന കുറേ കാര്യങ്ങളൊക്കെ തന്നെയാണ് ആ ഒരു ക്യാരക്ടറിനുള്ളത്. പക്ഷെ ഒരുപാട് നമ്മുടെ ഉള്ളിൽ നന്മകളുണ്ട്. പക്ഷെ പ്രായത്തിൻ്റെ ആ ടൈമിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന എന്തെങ്കിലും വഴിയേറ്റി പോകുന്ന ചെറിയ കാര്യങ്ങളാണ് ഇതൊക്കെ. പക്ഷെ നമുക്ക് ഒരുപാട് നന്മകളും എല്ലാം ഉള്ള ഒരാൾ തന്നെയാണ്. ആ ഒരു ക്യാരക്ടറിന് എനിക്ക് അങ്ങനെയാണ് കിട്ടിയത്, പ്രായത്തിൻ്റെതായ ആ പ്രായത്തിൽ സംഭവിക്കുന്നൊരു തെറ്റ് പോലെ. അപ്പം അത് തന്നെയായിരുന്നു എനിക്ക് മെയിൻലി ആ ഒരു ക്യാരക്ടറിൻ്റെ ഇമോഷൻ കിട്ടാനുള്ളൊരിത്. പിന്നെ സഹിച്ചാണ്ടൊപ്പം ആയിരുന്നു കൂടുതലും പരിപാടികൾ. അപ്പം അത് വലിയൊരു ഇതായിരുന്നു. പുള്ളിയുടെ ഒപ്പം ഉള്ള കോമ്പിനേഷൻ സീൻസൊക്കെ എനിക്ക് ഭയങ്കര രസമായിരുന്നു. ഭയങ്കര ജോലി. എനിക്കറിയില്ല ആൾക്കാർ ഈ സണ്ണിയുടെ രൂപം പൂജാപുരിൽ വെച്ച് പ്രാർത്ഥിക്കാൻ എനിക്കറിയില്ല. എൻ്റെ പിന്നെ നല്ല സുഹൃത്താണ് സണ്ണി. അപ്പോൾ അത് കാരണം ദൈവമായിട്ട് ഞാൻ കണക്കാക്കിയിട്ടില്ല. അതുകൊണ്ട് എൻ്റെ മനസ്സിലെന്തായാലും സണ്ണി ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് സണ്ണിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, അല്ലാണ്ട് സണ്ണിയോട് ഞാൻ പ്രാർത്ഥിക്കാൻ പോകുന്നില്ല. എനിക്കറിയില്ല. ചിലപ്പോൾ എനിക്ക് കണ്ടാൽ ഇപ്പം 2-3 പേര് കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ വെച്ചു സണ്ണിയെ തിയേറ്ററിൽ ചെന്നപ്പോഴത്തേക്കും. അത് തിയേറ്ററിൽ ആ ഗ്രേസ് അല്ലെങ്കിൽ ആ ഒരു ഓറ ഫീൽ ചെയ്തുകൊണ്ടായിരിക്കും ഡെഫിനറ്റ്ലി. സോ അങ്ങനെ സംഭവിക്കാനുള്ളത് ചിലപ്പോൾ പറയാൻ പറ്റില്ല. ആ ചോദ്യത്തിന് വേറെ ചോദ്യം ചോദിക്കാം. ഇപ്പോൾ ഹോളിവുഡ് സിനിമകളിലെ ജീസസ് ആയിട്ട് അഭിനയിച്ചവരുടെ ആ ആർട്ടിസ്റ്റുകളുടെ ഒക്കെ ഫോട്ടോ അതേ ഫോട്ടോ എടുത്ത് ഈ ദുഃഖവെള്ളിയാഴ്ച ആ സമയങ്ങളിലൊക്കെ ചിലർ സ്റ്റാറ്റസ് ഇടാറുണ്ട്. ഈ സണ്ണിച്ചാന്റെ ഫോട്ടോ ഒക്കെ ആരെങ്കിലും സ്റ്റാറ്റസ് ഇട്ടിട്ട് ആരെങ്കിലും ഒരു സംഭവിക്കാം, അത് പറയാൻ പറ്റില്ല. അത് സംഭവിച്ചു കൂടായികയില്ല, സംഭവിക്കട്ടെ. നമ്മളുണ്ടല്ലോ തിയേറ്റർ വിസിറ്റിന് പുറത്ത് നമ്മളായാലും ആൾക്കാർ അവന്റെ ദൈവമേ എന്നെ അനുഗ്രഹിക്കൂ എന്നൊക്കെ പറഞ്ഞ ആ രീതിയിലാണ് ഈ സൺഡേ അഡ്രസ് വരെ ചെയ്യുന്നത്. നമ്മൾ തന്നെ കണ്ടിട്ട് വർക്കായി. താങ്ക് യു.